ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരി ഡിജിറ്റൽ മെഡിക്കൽ തെളിവുകൾ കൈമാറിയിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റു വഴികൾ തേടുകയാണ്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പ്രവിത, ഈ മാസങ്ങൾ നീണ്ട ലൈംഗിക ആരോപണ വിവാദത്തിനൊടുവിൽ ഇപ്പോൾ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെ തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വകുപ്പുകൾ അത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, അതേപോലെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നിവയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. നിലവിൽ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന കേസ് അത് നേമം പോലീസ് സ്റ്റേഷന് കൈമാറും എന്നാണ് പോലീസ് അറിയിക്കുന്ന വിവരം. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള മൊഴി ഇന്നലെ പോലീസിന് നൽകിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ പരാതിക്കാരിയായ യുവതിയുടെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചെന്നും ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, താൻ നേരിട്ട ദുരനുഭവം കോൺഗ്രസിലെ ചില യുവ നേതാക്കളെ അടക്കം അറിയിച്ചിരുന്നതായും യുവതി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ ഈ വലിയമല പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. ഒരുപക്ഷെ തുടർ നടപടികൾ അത് വേഗത്തിലാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുന്നതിന്റെ ഭാഗമായി ഈ കൊച്ചി ഹൈക്കോടതിയിലെ ചില അഭിഭാഷകരുമായി ഫോണിലടക്കം സംസാരിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഒഴിവാക്കാനാണ് മുൻകൂർ ജാമ്യം തേടുന്നത്. നിലവിൽ ഇപ്പോൾ ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇന്നലെ വൈകിട്ടാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുമായി 8 മിനിറ്റിലധികം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ തെളിവുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ശബ്ദരേഖകൾ, ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളടക്കം യുവതി കൈമാറുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തി വന്നത്. ഇതിനൊക്കെ സെക്കൻഡ് പാർട്ടി പരാതികളായിരുന്നുവെങ്കിൽ നേരിട്ട് ലഭിച്ചൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ലൈംഗിക പീഡന പരാതി എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം എന്നീ കുറ്റങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ശക്തമായ തെളിവുകളാണ് നിലവിൽ ഈ യുവതി ഹാജരാക്കിയിരിക്കുന്നത്? മാത്രമല്ല, MLA-യുടെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അങ്ങനെയെങ്കിൽ പോലീസിന് അറസ്റ്റിലേക്കൊക്കെ നേരിട്ട് കടക്കാൻ സാധിക്കുമോ? പോലീസിന് അറസ്റ്റിലേക്ക് നേരിട്ട് കടക്കുന്നതിൽ സാങ്കേതികമായ തടസ്സമില്ല. അത് നിയമസഭ സാമാജികൻ എന്ന നിലയിൽ സ്പീക്കറെ അറസ്റ്റ് വിവരങ്ങൾ ധരിപ്പിച്ചാൽ മതി. മാത്രമല്ല, ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഒഫൻസ് അല്ല, ക്രിമിനൽ ഒഫൻസ് ആണ്. അക്കാര്യത്തിൽ ഡയറക്റ്റ് പരാതി അടക്കമുള്ള ഒരു സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള, അതായത് സാങ്കേതികമായ തടസ്സങ്ങൾ പോലീസിന് ഒരു നോട്ടീസ് കൊണ്ട് മറികടക്കാൻ കഴിയും. അതേസമയം നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അദ്ദേഹം ഒളിവിൽ തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പെൺകുട്ടി പരാതി നൽകിയതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും പങ്കുവച്ചതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ പോലീസ് ഓൾറെഡി ഈ ക്രൈംബ്രാഞ്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എവിഡൻസ് ഉണ്ട്. വലിയമല പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും നേമം പോലീസ് സ്റ്റേഷനിലേക്ക് അത് സാങ്കേതികമായി അത് കൈമാറി. ഒരു പക്ഷേ സംസ്ഥാനത്തെ ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥ നേതൃത്വം കൊടുത്ത ഈ കേസിന്റെ അന്വേഷണം നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പോലീസ് ആസ്ഥാനത്ത് അങ്ങനെ ചില ആലോചനകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി നിയോഗിക്കും എന്നുള്ളതാണോ? നിലവിൽ ഇപ്പോൾ അങ്ങനെ ചില ആലോചനകൾ, അതൊരു വനിതാ ഉദ്യോഗസ്ഥയെ ഈ സംഘത്തലവനാക്കി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ, അതല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനൊക്കെയുള്ള ആലോചനകൾ ഇന്നലെ വളരെ വൈകിയും പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണ അർത്ഥത്തിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ കേസ് സാങ്കേതികമായിട്ടാണ്, അതായത് തിരുവനന്തപുരം റൂറൽ SP ആയിരുന്നു ഇന്നലെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് സാങ്കേതികമായി വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. ഇനി നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ആരായിരിക്കും ഇത് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിത, ശരി. ഷഫീദ് റാവുത്തർ തുടരുക. ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടി പാലക്കാട് നിന്ന് ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, പാലക്കാട് MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് ഫോണിൽ പോലും ലഭ്യമാകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. രാഹുൽ എവിടെയെന്നുള്ള സൂചനയുണ്ടോ?
വലിയ രീതിയിലുള്ള ഒരു ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ അപ്പോഴൊക്കെ രാഹുലിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിരോധം എന്ന് പറയുന്നത് പരാതി എവിടെ എന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഇരയാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ രാഹുലിന്റെ എല്ലാ പ്രതിരോധവും പൊളിയുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട്ടെ MLA യുടെ ഓഫീസിലാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വളരെ ആഘോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓഫീസിലാണ് ഞാനുള്ളത്. ഈ ഓഫീസ് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. രാഹുലിന്റെ വാഹനം നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് MLA ബോർഡ് ഇതിനോടകം തന്നെ നീക്കിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ വലിയ പോലീസ് കാവലിലായിരുന്നു ഈ ഓഫീസ്. കാരണം DYFIയുടെ യുവമോർച്ചയുടെ ഒക്കെ പ്രതിഷേധങ്ങൾ ഇവിടേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് കാവലിലായിരുന്നു ഈ ഓഫീസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജില്ല വിട്ടിരിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. രാഹുലും സംഘവും, അതായത് രാഹുലിനൊപ്പം 2 സഹായികൾ മാത്രമേ ഉള്ളൂ. ഇവരിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്ന് നിരവധി കൺവെൻഷനുകൾ, 2 കൺവെൻഷനുകളിൽ പങ്കെടുക്കാമെന്ന് രാഹുൽ ഏറ്റിരുന്നു. നമുക്കറിയാം ഈ വിവാദത്തിന് പിന്നാലെ ഒരു സജീവമായിട്ടുള്ള പരിപാടികളിൽ നിന്ന്, വേദികളിൽ നിന്ന് പിൻവാങ്ങിയ രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പോലീസിന് മൊഴി നൽകിയ പരാതിക്കാരെ ഡിജിറ്റൽ മെഡിക്കൽ തെളിവുകൾ കൈമാറിയിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിന് സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത്. റിനു ശ്രീധർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, ഇനിയിപ്പോൾ ഈ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടികളിലേക്കൊക്കെ രാഹുൽ കടക്കുമല്ലോ. ഹൈക്കോടതിയോ സെഷൻസ് കോടതിയോ സമീപിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നിലവിൽ ഇന്നലെ തന്നെ എറണാകുളത്ത് അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടം ബന്ധപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഇത്തരം കേസുകളിൽ ഹൈക്കോടതിയിൽ നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുത് എന്നുള്ളത്, സെക്ഷൻസിലായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സെക്ഷൻസ് കോടതിയിലായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഏത് സെക്ഷൻസ് കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഈ പെൺകുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് നേമം സ്റ്റേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് നേമം പോലീസ് സ്റ്റേഷനിൽ കൈമാറും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ തന്നെ ആ വാർത്ത നമ്മൾ നൽകുകയും ചെയ്തു. MLA ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടക്കം ഫോണുകൾ സ്വിച്ച് ഓഫ് ആകണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും സൈബർ വിങ്ങിന്റെ സഹായത്തോടു കൂടി അത്തരമൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉന്നത IPS വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നിലവിൽ അന്വേഷണം ആരംഭിക്കും എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഈ വനിതാ IPS ഉദ്യോഗസ്ഥ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയെ സമീപിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തു വന്ന ഘട്ടത്തിൽ. പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഈ പെൺകുട്ടി പരാതി നൽകുവാൻ, അതായത് പരാതി എഴുതി നൽകുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പരാതി എഴുതി നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിൽ, അതായത് റൂറൽ SP സുദർശന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനെ തുടർന്നാണ് ഈ വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പോലീസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകും. അതായത് 164 സ്റ്റേറ്റ്മെന്റ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അപേക്ഷ നൽകും ഇന്ന് 10 മണിയോടുകൂടി. അതിനുശേഷമായിരിക്കും ഈ പെൺകുട്ടിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ച് 164 സ്റ്റേറ്റ്മെന്റ് കൂടി നൽകുക. ഈ 164 സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും പോലീസ് എന്നുള്ളതാണ്. അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസ് നിലവിൽ എടുത്തിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നിലവിൽ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുക, ഗർഭചിത്രം നടത്തുക എന്നീ വകുപ്പുകളാണ്. ഏകദേശം 10 മുതൽ 12 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ കുറ്റങ്ങളാണ്. ശരി, തുടരുക. ഇപ്പോൾ നിഖിൽ പ്രമേശ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നൊരു സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് സംശയം. അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട്ടേക്ക് വിട്ടത് എന്നാണ് നിഖിൽ പ്രമേശ് ഇപ്പോൾ നൽകുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ നിഖിലിനോട് തന്നെ ചോദിക്കാം. നിഖിൽ, രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണല്ലോ. രാഹുലിന്റെ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണോ? പ്രവിത, രാഹുലിന്റെ 3 നമ്പറുകളാണുള്ളത്. ഈ 3 നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ, അതായത് കണ്ണാടിയിൽ പ്രചരണത്തിന് പോവുകയായിരുന്നു. ഒരു നിഖിൽ കണ്ണാടി എന്ന KSUവിന്റെ മുൻ അധ്യക്ഷന്റെ പ്രചാരണത്തിന് വേണ്ടി പോവുകയായിരുന്നു രാഹുൽ. ആ സമയം മുതൽ അപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതായത് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ള പരാതികൾ പുറത്തു വരുന്നത് ആ സമയത്താണ്, എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ആ സമയത്താണ്. ആ നിമിഷം മുതൽ
രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പറുകൾ സ്വിച്ച് ഓഫ് ആണ്. 3 നമ്പറിലും രാഹുലിനെ കിട്ടുന്നില്ല. രാഹുലിന്റെ സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ആണ്. ഒരു പക്ഷേ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് എവിടെയാണ് രാഹുൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു പിന്നാലെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നത്. പരിപാടികളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തു എന്ന് സജീവമായി രാഹുലിന്റെ ഒപ്പമുള്ള ആളുകളെ പോലും അറിയിച്ച ശേഷമായിരുന്നു ഇവിടെ നിന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള സജീവമായിട്ടുള്ള ശ്രമം രാഹുൽ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ അത് ലഭ്യമായ ശേഷം മാത്രമേ രാഹുലിനെ തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ മാറി നിൽക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് കോയമ്പത്തൂർ വഴി ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇതിൽ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഒരു സൂചന, ഒരു വ്യക്തത കൈവന്ന ശേഷമേ രാഹുൽ തിരിച്ചെത്തിയേക്കൂ എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നു. ഞാനിപ്പോഴും ഈ രാഹുലിന്റെ പാലക്കാട്ട് MLA ഓഫീസിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ പോലീസ് കാവലുണ്ട്, പോലീസ് സേന അങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യുവജന സംഘടനകളുടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടതാണ്. DYFIയുടെയും യുവമോർച്ചയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാഹുലിനെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്നുള്ള നിലപാട് യുവമോർച്ച അടക്കം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് പക്ഷേ അവർക്ക് തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലടക്കം രാഹുൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വേദിയിൽ നിന്ന് പലപ്പോഴും ഈ BJP ജില്ലാ അധ്യക്ഷനടക്കം ഇറങ്ങിപ്പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. മുൻ നഗരസഭാ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർക്ക് വിശദീകരണം കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേദിയിലൊക്കെ സജീവമായി വരികയായിരുന്നു രാഹുൽ. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനൊപ്പം വേദിയിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും VK ശ്രീകണ്ഠൻ MP അടക്കം പല പരിപാടികളിലും രാഹുലിനൊപ്പം പങ്കെടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. വേദിയിൽ വെച്ച് സംസാരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാന ശാസ്ത്രമേള ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രാഹുലിനൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സ്ഥലം MLA ആണ് രാഹുൽ. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം വേദി പങ്കിടില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് പലതവണ വേദി പങ്കിടേണ്ടി വന്നു. അങ്ങനെ ഒരു സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് രാഹുലിന് ഇടുത്തി എന്ന പോലെ രാഹുലിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ഈ അതിജീവിതയുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് വിവരങ്ങൾ ഇല്ല, രാഹുൽ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് പങ്കുവച്ചത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. കർണാടക കോൺഗ്രസ് തർക്കത്തിൽ ചർച്ച. ഒപ്പം ഡൽഹിയിലെ വായുമലിനീകരണം, വാർഷിക സുരക്ഷാ യോഗം ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്നു. തുടങ്ങിയ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് വരാൻ സാധ്യതയുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഈ പ്രധാനമായും രാജ്യതലസ്ഥാനത്ത് ഇന്ന് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന വാർത്ത എന്നുള്ളത് കർണാടകയിൽ നിന്നുള്ളതാണ്. കർണാടകയിലെ കോൺഗ്രസിലെ തർക്കം അത് ഡൽഹിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. 2.5 വർഷത്തേക്ക് മുഖ്യമന്ത്രി പദവി എന്ന ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ഉടനുള്ള ധാരണ പാലിക്കണമെന്നാണ് DK ശിവകുമാർ പക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ അത് സിദ്ധരാമയ്യ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് എന്നും DK ശിവകുമാർ പക്ഷം വ്യക്തമാക്കുന്നു. ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പ്രതികരണങ്ങളിലുമായി നേരിട്ടുള്ള ഒരു വാക്പോരിലേക്ക് കടന്നിരിക്കുകയാണ്. വാക്ക് അതിനാണ് വില എന്ന ഒരു പ്രതികരണം ഇന്നലെ DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് നൽകിയ വാക്ക് പാലിക്കണം എന്ന ആണ് അദ്ദേഹം പരോക്ഷമായി ഈ ഉന്നയിക്കുന്നത്. അതേസമയം അതിനുള്ള പ്രതികരണവുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ കാലത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ വാക്ക് ജനക്ഷേമത്തിനല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള പ്രതികരണവും ഒപ്പം തന്നെ ജനവിധി ഏതെങ്കിലും ഒരു നിമിഷത്തേക്കോ കാലത്തേക്കോ അല്ല 5 വർഷത്തേക്കാണ് എന്നുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. എന്തായാലും വിഷയത്തിൽ ഇടപെടുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അന്വയ ചർച്ചകൾ നടത്താനുള്ള തീരുമാനത്തിലാണ്. ആ ചർച്ചകൾ ഇന്നോ നാളെയോ ആയി ഡൽഹിയിൽ ഉണ്ടാകും. ഇന്ന് തന്നെ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കാരണം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ തീർക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഡൽഹിയിലെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാഹചര്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നേരിയ തോതിൽ മെച്ചപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ GRIP 3 മാനദണ്ഡങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതേസമയം ഈ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ പ്രതിഷേധിച്ച
വിദ്യാർത്ഥികൾ അവരെ കഴിഞ്ഞ ദിവസം പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുകയും 4 പേരെ 2 ദിവസത്തേക്കും ബാക്കി 13 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്ന തീരുമാനവും ഉണ്ടായിരുന്നു. ഇവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ള ആരോപണം ഈ അറസ്റ്റിലായവർ കഴിഞ്ഞ ദിവസം കോടതിയിൽ വെച്ച് മാധ്യമങ്ങളോട് ഉന്നയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു യോഗം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പോലീസ് സേനകളുടെ മേധാവിമാരുടെ യോഗമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ DGPമാർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാവോയിസം ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷ, സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകളാണ് 2 ദിവസത്തെ യോഗത്തിൽ നടക്കുക. പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഈ കൊച്ചിയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4ഉം 6ഉം പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഞാൻ സൂചിപ്പിച്ച 2 വാർത്തകളോടൊപ്പം മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കോർ കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ടല്ലോ. വാർത്തകളുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായും ഹൈക്കോടതിയിൽ നിന്നാണ് വാർത്തകൾ വരാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസിലെ 4ഉം 6ഉം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. S. ജയശ്രീ, ശ്രീകുമാർ ഇങ്ങനെ 2 പേരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. 2 പേരുടെയും അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഈ ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. അതായത് അഴിമതി നിരോധന നിയമം കൂടി ചുമത്തിയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജി വന്നിരിക്കുന്നത്. എന്തായാലും നിർണായകമാണ്. ജാമ്യഹർജിയിൽ എന്ത് തീരുമാനമെടുക്കും അനുസരിച്ചിരിക്കും ഇവരുടെ ചോദ്യം ചെയ്യലും കസ്റ്റഡി അടക്കമുള്ള നടപടി. മറ്റൊന്ന്, ഇന്ന് ഈ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിന്റെ കോടതിയലക്ഷ്യ കേസാണ്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ അഴിമതിയെ കുടപിടിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് വന്നത്. പ്രത്യേകിച്ച് ഇടത് സർക്കാരിൽ നിന്ന് അത്തരത്തിലുള്ള പ്രവണതകൾ പ്രതീക്ഷിക്കുന്നില്ല സമൂഹം എന്നും കോടതി പറഞ്ഞിരുന്നു. ഈ കേസിൽ INTCU നിലവിലെ പ്രസിഡന്റായ R. ചന്ദ്രശേഖരനും അതോടൊപ്പം നിലവിൽ മുൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഡയറക്ടറും ഒക്കെയാണ് പ്രതികൾ. അവർക്കെതിരെ പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ സത്യവാങ്മൂലം സർക്കാർ നൽകിയിരുന്നു. അതിൽ തന്നെ വ്യക്തമാക്കുന്നത് നിലവിൽ ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള സാഹചര്യമില്ല എന്ന് ആവർത്തിക്കുകയാണ് വ്യവസായ വകുപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമായിരിക്കും. മറ്റൊന്ന് മുനമ്പം വിഷയമാണ്. മുനമ്പത്ത് കരമടക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. പലരും കരമടച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ 412 ദിവസം പിന്നിടുന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം അത് അവസാനിപ്പിക്കാനുള്ള ആലോചനയിലേക്ക് സമരസമിതി എത്തുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ സമരസമിതിയുടെ കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമുണ്ടാകുക. സമരം അവസാനിച്ചാലും റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതുവരെ നിയമ പോരാട്ടങ്ങൾ തുടരുമെന്നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി അറിയിക്കുന്നത്. ഒപ്പം മറ്റൊന്ന്, കോടതിയിൽ നിന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട്. പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. കോടതിയിൽ നിന്നായിരിക്കും ഇന്ന് കൂടുതൽ വാർത്തകൾ ഉണ്ടാവുക എന്നാണ് വിഷ്ണു നൽകുന്ന സൂചന. ഇനി കോഴിക്കോട്ടേക്കാണ്. അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കി CIയുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഒപ്പം യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി മനാഫ് വധക്കേസിൽ ഇന്ന് വിധി വരികയാണ്. പറയും. പ്രവിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആത്മഹത്യാക്കുറിപ്പിലുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് കോഴിക്കോട് വടകര ഡിവൈഎസ്പിക്ക് നേരെ ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയായിട്ടുള്ള CI മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. ആത്മഹത്യാക്കുറിപ്പിനകത്താണ് വടകര ഡിവൈഎസ്പി ആയിട്ടുള്ള ഉമേഷിനെതിരെ ഗുരുതര പരാമർശങ്ങളുള്ളത്. 2014 അനാശാസ്യ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു യുവതിയെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നും അതിന് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെന്നുമായിരുന്നു CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തിയത്. ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ വിശദാംശങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഒരു നടപടിയിലേക്ക് പോകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ CI ഉമേഷ് ഇന്നലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് തനിക്ക് മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഉമേഷ് നടത്തിയത്. എന്തായാലും മറ്റൊരു നടപടിയിലേക്ക് പോലീസ് മേധാവി അടക്കം പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഉമേഷിന്റെ പ്രതികരണം, ഒപ്പം തന്നെ ബിനു തോമസിന്റെ കുടുംബത്തിന്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാകുന്നത്.
വരുന്നത്. മറ്റൊരു കാര്യം എന്നത് മനാഫ് കേസാണ്. ഈ മനാഫ് കേസ് ഏറെ കൊള്ളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. PV അൻവർ MLA ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരു കേസാണ്. PV അൻവർ MLAയുടെ സഹോദരി പുത്രനാണ് ഇതിനകത്ത് പ്രധാന പ്രതി. യൂത്ത് ലീഗ് പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ പള്ളിപ്പറമ്പിൽ മനാഫിനെ 1995 ഏപ്രിൽ 13 ഒതായി അങ്ങാടിയിൽ കുത്തിയും ഒപ്പം തന്നെ അടിച്ചുമൊക്കെ കൊലപ്പെടുത്തിയൊരു സാഹചര്യം ഉണ്ടായത്. 25 വർഷത്തിന് ശേഷമാണ് PV അൻവറിന്റെ സഹോദരി പുത്രൻ പ്രധാന പ്രതി പിടിയിലാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്നാണ് ആ കേസിൽ ഇപ്പോൾ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. ഏതാണ്ട് ദീർഘനാളത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലേക്കുള്ള വിധി ഇന്ന് പുറത്തു വരുന്നത്. ഈ രണ്ട് വാർത്തകളാണ് ഏറ്റവും പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മലബാറിൽ ശ്രദ്ധേയമാക്കുന്നത്. പ്രവിത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനൊരുങ്ങി അന്വേഷണ സംഘം. A. പത്മകുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ഠരര് രാജീവരെ SIT വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇനി ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും അന്വേഷണ സംഘം തയ്യാറാക്കുന്നുണ്ട്. ശാസ്ത്രീയ പരിശോധന തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഡിസംബർ 3 അന്വേഷണ സംഘം കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരുടെ സാമ്പത്തിക സ്ഥിതിയും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. തമിഴ്നാട്ടിൽ ഇന്നും നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് പുതുക്കോട്ട, നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിലും പുതുച്ചേരിയിലും യെല്ലോ അലർട്ടുമാണ്. നാളെ അതിതീവ്ര മഴയുണ്ടാകുമെന്ന് സൂചന. 6 ജില്ലകളിലും പുതുച്ചേരി, കാരയ്ക്കൽ മേഖലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ ഉൾപ്പെടെ 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. മഴക്കെടുതി നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്ന് സർക്കാർ അറിയിച്ചു. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ SDRF-നെയും NDRF-നെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടക, ഗോവ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. കർണാടകയിലെ ഉടുപ്പിയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. ശേഷം കൃഷ്ണമഠത്തിൽ ദർശനം നടത്തും. ലക്ഷകാന്ത ഗീതപാരായണ പരിപാടിയിലും പങ്കെടുക്കും. കൃഷ്ണ സംഗീതത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ തീർത്ഥ മണ്ഡപം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗോവയിൽ ശ്രീ സംസ്ഥാൻ ഗോകർണ പാർത്തഗലി ജീവോത്തം മഠത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച 77 അടി ഉയരമുള്ള ശ്രീരാമന്റെ പ്രതിമ മോദി അനാച്ഛാദനം ചെയ്യും. രാമായണ തീം പാർക്ക് ഗാർഡനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കും. സമ്പൂർണ്ണ വെൽനസ് ഇക്കോസിസ്റ്റമായ ഏജ് വെൽ ഗ്ലോബലിന്റെ കേരളത്തിലെ ഓഫീസ് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാശ്ശേരി അത്താണിയിലാണ് സംസ്ഥാനത്തെ ആദ്യ ഓഫീസ് ആരംഭിച്ചത്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായുള്ള ആരോഗ്യ പരിപാലന സംവിധാനമാണ് ഏജ് വെൽ. നടൻ സുനിലാണ് ബ്രാൻഡ് അംബാസഡർ. വാർദ്ധക്യത്തെ മുൻകൂട്ടി പ്രതിരോധിക്കുകയാണ് ഏജ് വെൽ ഗ്ലോബൽ ലക്ഷ്യമിടുന്നത്. ബ്യൂട്ടി, വൈറ്റാലിറ്റി, ഹോർമോൺ ബാലൻസ്, ലൈഫ് സ്റ്റൈൽ ഹെൽത്ത്, ഷുഗർ സപ്ലിമെന്റ് ശ്രേണി എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലൂടെയാണ് 40 വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണം ഏജ് വെൽ ഗ്ലോബൽ ഉറപ്പുവരുത്തുന്നത്. ഏജ് വെൽ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡ് സപ്ലിമെന്ററി ബ്രാൻഡാണ്. വി ഹാവ് 4 വിങ്സ്. അതിൽ ഒന്ന് മാത്രമാണ് ഈ FMCG ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ വിങ് എന്ന് പറയുന്നത്. ഇതുകൂടാണ്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിലൊന്നൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആപ്ലിക്കേഷനാണ്, പിന്നെ ഉള്ളതൊരു ഹെൽത്ത് ട്രാക്കിംഗ് ആപ്ലിക്കേഷനാണ്. സൈക്കോളജിക്കലി നമുക്ക് വരുന്ന മാറ്റങ്ങൾ, ഫിസിക്കലി നമുക്ക് വരുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെ എല്ലാം ഒന്ന് കോംപ്രമൈസ് ചെയ്യാതെ യു ഹാവ് ടു ടേക്ക് കെയർ. അതായത് ഇൻവെസ്റ്റ് യുവർ സെൽഫ് എന്നാണ് ഏജ് വെല്ലിൻ്റെ ഒരു നമ്മൾ ടാഗ് ലൈൻ പോലും ചെയ്തിരിക്കുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തുള്ള അത്താണിയിൽ ഹൈബി ഈഡൻ MP കേരളത്തിലെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ കടന്നു വരുമ്പോൾ ഏജ് വെൽ എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരു വലിയ സ്പേസ് ഉണ്ട്. അത് നമ്മളുടെ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാത്ത പല സപ്ലിമെൻറ്റ്സും ലഭിക്കുക, അങ്ങനെ ഒരു നല്ലൊരു കൺസെപ്റ്റിലൂടെ അവർ പോകണം. ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ പ്രാധാന്യം നൽകുകയാണ് ഏജ് വെൽ എന്ന സംവിധായകനും നടനുമായ അഖിൽ മാരാർ. രോഗമില്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ രോഗമുണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ പലർക്കും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മൂലമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഇപ്പം വലിയ രീതിയിൽ ഡെവലപ്പ് ആവുന്ന മേഖലയാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ഉണ്ടാവട്ടെ. MLA അൻവർ സാദത്ത്, ഏജ് വെൽ ഫൗണ്ടർ ആൻഡ് CEO തനൂറ ഷേദോ മേനോൻ, കോ ഫൗണ്ടർ ഷാഹിൻ ഫർസീൻ, കോ ഫൗണ്ടർ മിഥിലാജ് എന്നിവർ പങ്കെടുത്തു. 24 കൊച്ചി. ഹൈക്കോടതി ഇടപെട്ടതോടെ ശബരിമലയിൽ നിയന്ത്രണം ശക്തമാക്കാൻ പോലീസ് വെർച്വൽ ക്യൂ രേഖകൾ ഇല്ലാത്തവരെ പമ്പയിൽ നിന്ന് കടത്തിവിടില്ല. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി വരുന്നതോടെ നിയന്ത്രണം ഏത് തരത്തിലാകും?
പ്രവിധ, ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ഇന്നലെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ പലപ്പോഴും ആ ദിവസങ്ങളിൽ എത്താറില്ല. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ശേഷം മറ്റൊരു ദിവസമാണ് എത്താറുള്ളത്. ഒപ്പം കൃത്യമായ സമയക്രമം പാലിക്കാറില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അക്കാര്യം അനുവദിക്കരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് പോലീസിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ കൃത്യമായി ആ തീയതിയും സമയവും പാലിക്കണം. അങ്ങനെയുള്ള തീർത്ഥാടകരെ മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് കടത്തിവിടുന്നത്. ഈ കൃത്യമായ നിയന്ത്രണങ്ങൾ ഈ വരും മണിക്കൂറുകളിൽ പമ്പയിൽ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70,000 പേർക്കാണ് പ്രതിദിനം വെർച്വൽ ക്യൂ ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഇതിന് പുറമെയാണ് 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 5,000-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് 12 വിളക്കാണ്. സാധാരണ ഈ 12 വിളക്കിന് ശേഷമാണ് ഈ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നത്. അങ്ങനെയെങ്കിൽ മലയാളി തീർത്ഥാടകരുടെ ഒരു വരവ് കൂടി വരും ദിവസങ്ങളിൽ ശബരിമലയിൽ കൂടും. എന്തായാലും നിലവിൽ തിരക്ക് കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് ഉണ്ട്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടക്കും. പ്രധാനമായും ശബരിമലയിൽ അന്നദാനത്തിന് കേരളീയ സദ്യ വിളമ്പുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്ന് എടുക്കും. ഇന്ന് മുതൽ സദ്യ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനം ഇന്നുണ്ടായേക്കും. എന്തായാലും നിലവിൽ വളരെ സമാധാനപരമായ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് തീർത്ഥാടനം മുന്നോട്ട് പോകുന്നത്. പ്രവിധ. ശ്രീ എം ജി പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പഞ്ചായത്തിലോട്ട് co-sponsored by സ്വന്തം സമൂഹത്തിന്റെ ജീവിതാനുഭവങ്ങൾക്ക് പരിഹാരം തേടിയാണ് വയനാട് വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ഒരു യുവ വനിതാ സ്ഥാനാർത്ഥിയുടെ മത്സരം. പണിയ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള NK മിഥിലയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കരുത്തുമായി ഇത്തവണ ജനവിധി തേടുന്നത്. 1-ാം വാർഡിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥിയായി മിഥിലയുടെ കന്നിയംഗം. വെങ്ങപ്പള്ളിയിലെ നായാടിപ്പൊയിൽ ഉന്നതിയിലാണ് മിഥിലയുടെ വീട്. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യത്തിലും അച്ഛൻ കേശവനും അമ്മ ബിന്ദുവും മിഥിലയെ പഠിപ്പിച്ചു. മലയാളം സർവകലാശാലയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട് ഇപ്പോൾ മിഥിലയ്ക്ക്. ഇനി നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പഠനകാര്യത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ളത്, എനിക്ക് എപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അച്ഛനാണ്. എല്ലാവരും എൻ്റെ ചെറിയ കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ തൊഴിലുറപ്പ് സ്ഥലത്തൊക്കെ പോയപ്പോൾ ചേച്ചിമാരിങ്ങനെ കെട്ടിപ്പിടിച്ച്, അപ്പോൾ എനിക്ക് അതൊരു നല്ല സന്തോഷമാണ്. എന്നിൽ നല്ല വിശ്വാസമുണ്ട്. എന്തായാലും പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. 7 ഗോത്ര ഉന്നതികളുള്ള വാർഡാണിത്. ഗോത്രമേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മിഥില ഉയർത്തുന്നത്. ഉന്നതികളിൽ ഇതുവരെ ആയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ഇതുവരെ ആയിട്ടും നേരെയായിട്ടില്ല. കുടിവെള്ള പ്രശ്നം, പിന്നെ വീടില്ലാത്ത പ്രശ്നം, പിന്നെ നടക്കാൻ വഴിയില്ലാത്ത പ്രശ്നം, ഒരു ചന്തെന്ന് പറയുന്ന ഒരു ഉന്നതിയിലേക്കൊക്കെ പോകാൻ വേണ്ടി വഴിയില്ല. അങ്ങനെ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രചാരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഗോത്രമേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിദ്യാഭ്യാസം അനിവാര്യതയെന്ന് ചൂണ്ടിക്കാട്ടുന്നു മിഥില. LDF സ്ഥാനാർത്ഥിയായ നിഷ രാമേന്ദ്രനും NDAയിൽ നിന്ന് തങ്കമ്മ സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. ജനവിധി എന്തുമാകാം, പക്ഷേ മിഥില ഇനിയും പഠിക്കും. തന്റെ സമൂഹത്തിനും ഈ നാടിനും വെളിച്ചമാകാൻ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.